അദാനി വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത മറയ്ക്കാൻ പാടുപെട്ട് CPM നേതാക്കൾ. പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദാനിയുമായുള്ള ഇടപാടിൽ രാഹുലും മറുപടി പറയണമെന്ന് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPIM-ലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിലാണ് നേതാക്കൾ പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് പറയുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ CPIM-ന് ഒറ്റ നിലപാടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ അറിഞ്ഞു വേണം ഓഹരി കൈമാറ്റമെന്നും MSCക്കുള്ള ഓഹരി കൈമാറ്റത്തിൽ തെറ്റില്ലെന്നും പറഞ്ഞ അദ്ദേഹം EP ജയരാജനെ തള്ളിപ്പറയേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കി. CPM-നകത്ത് ഭിന്നതയില്ല. ഇവരെല്ലാം ചേർന്ന കമ്മിറ്റികളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കമ്പനിക്കും ഷെയർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. അവർക്ക് കൊടുക്കരുത് എന്നുള്ളതല്ല, ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ല. EP-യെ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EP എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. EP-യെ തള്ളി പറഞ്ഞില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ CPM-ന് ഒരു നിലപാടേ ഉള്ളൂ. വിഴിഞ്ഞത്തിൽ CPIM-ൽ രണ്ടഭിപ്രായമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അദാനിയുമായുള്ള ഇടപാടിൽ രാഹുൽ ഗാന്ധി അടക്കം മറുപടി പറയണം. ഓഹരി കൈമാറ്റം നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാൽ പോരെന്നും മംഗലാപുരം യാത്രയെക്കുറിച്ച് VD സതീശൻ പ്രതികരിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. ഓഹരി കൈമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ. അതേസമയം EP ജയരാജനെ തള്ളി തോമസ് ഐസക് രംഗത്ത് വന്നു. വിവാദം ആക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നും തൂത്തുക്കുടി തുറമുഖത്ത് MSC കമ്പനിക്ക് സ്വന്തമായി ടെർമിനൽ ഉള്ളത് കരാർ ലംഘനമാണോ എന്നത് സർക്കാർ വ്യക്തമാക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. തൂത്തുക്കുടി പോർട്ടിൽ ഒരു ടെർമിനൽ അവരുടെ സ്വന്തമാണ്, അത് കരാർ ലംഘനമാണ്. അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുവരെ കേരള സർക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മുൻമന്ത്രി P രാജീവും പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ലെന്ന നിലപാടിലാണ്. ജനം, ഡൽഹി.